5 മാസങ്ങൾക്ക് മുമ്പ് സൗദിയിലെ അബഹയിലേക്ക് വീട്ടുജോലിക്കായി പോയ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി സ്വദേശി സുബൈദയുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇന്ന് സുബൈദയുടെ മക്കളും സഹോദരനും പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. ഈ മൈഗ്രേറ്റ് സിസ്റ്റത്തിന്റെ കടമ്പകൾ മറികടക്കുവാൻ വേണ്ടി വ്യാജ ഏജന്റുമാർ ബോംബെയിലേക്ക് ആദ്യം കടത്തുകയും പിന്നെ അവിടെ നിന്ന് സൗദിയിലേക്ക് കടത്തുകയും ചെയ്യുകയായിരുന്നു സുബൈദയെ. സുബൈദയുടെ മോചനത്തിന് വേണ്ടി പ്രവാസ ലോകം സമീപിച്ചപ്പോൾ സുബൈദയുടെ ഏജന്റ് സുബൈദയുടെ അറബ് സ്പോൺസർ പറഞ്ഞ മറുപടി താൻ അവളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, തിരികെ തരാൻ പറ്റില്ല എന്നായിരുന്നു. സുബൈദയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്നും ഇവരോട് തന്നെ ചോദിച്ചറിയാം. അബഹയിൽ പോയിട്ട് എത്ര കാലമായിരുന്നു? 5 മാസം കഴിഞ്ഞു. അതിന് മുമ്പ് പോയിട്ടുള്ള ആളാണോ സുബൈദ? പോയിട്ടുണ്ട്. അറബി അറിയുന്ന ആളാണ്. അറബി അറിയാം. ഇപ്പൊ എത്ര രൂപ ശമ്പളത്തിനാ പോയത്? 20. ആരാണ് കൊണ്ടുപോയത്? റഫീഖിനും എവിടെയാണ്? കോഴിക്കോടാണ്? കണ്ണൂരാണ് ട്രാവൽ ഏജന്റ് റഫീഖ്. അപ്പൊ കണ്ണൂർ ട്രാവൽ ഏജന്റ് ആണ്, അദ്ദേഹമാണ് കൊണ്ടുപോയത്. കാശ് കൊടുക്കാതെ ആവും കൊണ്ടുപോയിട്ടുണ്ടാവുക അല്ലെ? വിൽക്കാനാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവരൊന്നും കൂടി കാശ് മേടിക്കുന്നത് ശരിയല്ലല്ലോ. എത്ര രൂപക്ക് അത്ര അറബി വാങ്ങി എന്ന് പറയുന്നത്? 2 ലക്ഷം രൂപ അറബിയിലേന്ന് വാങ്ങിച്ചു. എന്നിട്ടാണ് ഇപ്പൊ ഈ കൊണ്ടുപോയിട്ടുള്ളത് അല്ലെ? ടിക്കറ്റിന്റെ കാശ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? ഉമ്മ കൊടുത്തിട്ടില്ല. അപ്പൊ ഉമ്മ എത്ര ഈ ശമ്പളം ഒന്നും അയച്ചില്ല? 2 പ്രാവശ്യം അയച്ചിരുന്നു. ഇപ്പൊ കൊടുക്കുന്നില്ല? ഇപ്പൊ അയക്കാറില്ല. ഇപ്പൊ എന്താ ഉമ്മ പറയുന്നത്? ഉമ്മ അവിടെ പണി കൂടുതലാണ്, പിന്നെ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പണി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീട്ടിലേക്കും ചിലപ്പോഴൊക്കെ ജോലി ചെയ്യാൻ വിടും. 4-5 വീട്ടിൽ ഡെലിവറി, ഓരോ വീട്ടിൽ തീർന്ന അടുത്ത വീട് ഇങ്ങനെ ഉറക്ക വീണ് പരിപാടി ഒന്നുമില്ല. അവിടുന്ന് പോരണമെന്ന് ഇവരോട് പറഞ്ഞില്ലേ റഫീഖിനോട്? പറഞ്ഞു നാട്ടിലെത്തിക്കാന്ന് പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, പക്ഷെ ഇതുവരെ ഒന്നും ചെയ്തില്ല. റഫീഖ് എന്താ പറയുന്നത്? വിളിക്കുമ്പോഴൊക്കെ പറയും 1 മാസം കഴിയുമ്പോ എത്തിക്കുക, 2 ആഴ്ച കഴിയുമ്പോ എത്തിക്കുക, അങ്ങനെ പറഞ്ഞ് കൊറേ പറ്റിക്കുക. കരാറൊന്നുമില്ല ഇവർക്ക് അല്ലേ? 2 മക്കളാണുള്ളത്. ഒരു ഉമ്മയുണ്ട്. ഉമ്മ ഇപ്പൊ പോയതിനു ശേഷം ടയർഡാണ്. ഇപ്പോ പുതുതായി കേരളത്തിൽ രൂപം കൊണ്ടുവരുന്ന ഒരു വലിയ സംഘമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൈഗ്രേഷൻ പോലുള്ള റിക്രൂട്ട്മെന്റ് രീതിയെ പൂർണ്ണമായി നിരാകരിക്കുകയും അറബികൾക്ക് ഈ പാവപ്പെട്ട കുടുംബിനികളെ കച്ചവടം ചെയ്യുന്നതിനും വേണ്ടിയുള്ള ചില ഗൂഢസംഘങ്ങൾ ട്രാവൽ ഏജന്റ് എന്ന നിലയിൽ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർ ഈ മൈഗ്രേഷൻ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാവും, ശമ്പളം ഉണ്ടാവും, ആര് കൊണ്ടുപോകുന്നു, എന്തിനു കൊണ്ടുപോകുന്നു എന്നെല്ലാം പറയുന്നത്. ഈ സുബൈദയെ കൊണ്ടുപോയ സ്പോൺസറോട് അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു വിറ്റതാണ്, ഞാൻ ഉടമയാണ് എന്നുള്ള വർത്തമാനമാണ് പറയുന്നത്. ഇതൊരു ശരിയായ രീതിയല്ലല്ലോ. പഴയകാലത്ത് അടിമകളെ വിറ്റതുപോലെ ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതവും പേറുന്ന സ്ത്രീകളെ വിൽക്കാൻ ഈ ട്രാവൽ ഏജന്റുകൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്നറിഞ്ഞാൽ തർക്കമില്ല. ഇതിനെക്കുറിച്ചുള്ള പരാതികൾ സൂപ്രണ്ട് ഓഫ് പോലീസ് NRI സെല്ലിന് അയച്ചിട്ടുണ്ട് ഇമെയിലായിട്ട്. അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് നടപടിയാണ് അദ്ദേഹം എടുക്കുന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊക്കെ. ഇത്തരത്തിലുള്ള പരാതികൾ കിട്ടുമ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുകയും ഈ ചൂഷണം വലിയ രീതിയിൽ കേരളത്തിൽ നടക്കുകയാണ്. 100 കണക്കിന് കേസുകളാണ് ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേസുകൾ ഇല്ലാതാക്കണമെങ്കിൽ ഈ ട്രാവൽ ഏജന്റുകളെ കൃത്യമായിട്ട് നിലക്ക് നിർത്തുന്ന നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അവർ ന്യായമായിട്ട് ആളെ കൊണ്ടുവന്നതിന് യാതൊരു വിരോധവുമില്ല. ഈ കച്ചവടത്തിന് വേണ്ടിയിട്ട് വളരെ കുറുക്കുവഴികൾ നേടി അറബികൾക്ക് വേണ്ടി ഒത്താശ ചെയ്ത് വലിയ സംഖ്യ പറ്റി അവരിൽ നിന്ന് ഈ പാവപ്പെട്ട ആളുകളെ ബോംബെയിലേക്ക് കടത്തി ബോംബെ ഇമിഗ്രേഷൻ വഴി സ്വാധീനം ഉപയോഗിച്ച് അറേബ്യയിലേക്ക് കൊണ്ടുപോയി വിൽക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതൊരു അടിമ കച്ചവടം തന്നെയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു.
അപ്പം അതിനെതിരായിട്ടുള്ള പരാതികൾ വന്നാൽ അത് വളരെ വേഗത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് അബഹുമാനായ SP ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്തിയ പരിഗണന നൽകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ കിട്ടുമ്പോൾ അടിയന്തരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ നമ്മൾക്കിപ്പോൾ ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനൊന്നും യാതൊരു വിരോധവുമില്ല. നിയമപരമായി കോൺട്രാക്റ്റോട് കൂടി സുരക്ഷിതമായി ആരെ ജോലിക്ക് പറഞ്ഞയക്കുന്നതിനും നമുക്കൊരു വിരോധമില്ല. ഇത്തരത്തിലുള്ള ആളുകളെ കപട രീതികൾ ഉപയോഗിച്ച് കച്ചവട മനസ്സോടുകൂടി അതിക്രൂരമായി പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും ഈ ചാനൽ അനുവദിക്കില്ല. 16 വർഷമായിട്ട് ഈ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടി ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ആളുകൾക്ക് വേണ്ടിയുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിന്. ഞങ്ങൾ പ്രവാസികളെ സംബന്ധിക്കുന്ന സമസ്ത മേഖലകളിലും വളരെ ധൈര്യത്തോടു കൂടി ഇടപെടുന്ന ചാനലാണ്. ലോകത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നടത്തുന്ന ഒരു ചാനലും ഇല്ല. വളരെ അസന്നിഗ്ധമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിൽ ഒരാളും ഇത്തരത്തിലുള്ള ഒരു ചാനൽ നടത്തുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഞങ്ങളെ പഠിക്കാൻ ഈ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ബന്ധപ്പെട്ട എല്ലാ തരത്തിലും ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഇതിനെ നിരീക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാം. മക്കൾക്ക് വേറെല്ലാം പറയാനുണ്ട്. നിങ്ങളെന്താ പഠിക്കുകയാണോ? എത്രല്ല മോള് പഠിക്കുന്നത്? TTC. ഓ TTC. പാപ്പ എന്ത് ചെയ്യുന്നു? അപേക്ഷിച്ചു പോയതാ. മാനുപേക്ഷിച്ചു പോയി. ആരെ കൂടെ മക്കൾ താമസിക്കുന്നത്? വല്യമ്മയുടെ കൂടെ. ഇപ്പൊ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പൈസ ഇല്ലേ കയ്യില്? ഞാൻ വല്ല സഹായം അഭ്യർത്ഥിക്കണം മകൾക്ക്. പെട്ടെന്ന് നാട്ടിലെത്തിച്ചാൽ മതി. വേറെ സഹായങ്ങളൊന്നും വേണ്ട. കിട്ടിയ പഠിക്കാനൊക്കെ പിതാവ് ഉപേക്ഷിച്ചു പോയ മക്കളാണത്. വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു പരിപാടിയുണ്ട് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ, തലാക്ക് ചെല്ലുക. തലാക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ടുള്ള വളരെ എളുപ്പത്തിൽ കഴിയും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള പണിയാണ് മക്കളെ നോക്കാതിരിക്കാൻ തലാക്ക് ചെല്ലുക, ഭാര്യയെ നോക്കാതിരിക്കാൻ തലാക്ക് ചെല്ലുക. അതിന് നിയമപരമായ അംഗീകാരം കിട്ടുമ്പോൾ ആരും ചോദിക്കാനില്ല, പറയാനില്ല. ഈ 2 മക്കളെ ആക്കിയിട്ട് വാപ്പ ഉപേക്ഷിച്ചു പോയി. ഞങ്ങൾക്കൊരു വിവാഹം കഴിക്കാൻ യാതൊരു പണിയുമില്ല. അതിൽ ഒരു കുട്ടിക്ക് സുഖമില്ല. കുട്ടിയുടെ അസുഖം എനിക്കറിയാം. TTCക്ക് പഠിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്താണ് എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സഹായിക്കണം. സുബൈദയെപ്പോലെ ഒരു വീട്ടുതടങ്കലിൽ വെക്കുന്നത് നല്ലതല്ല റഫീഖെ. പാവപ്പെട്ടവരാണ്. പഠിച്ചോ പോലും പൊറുക്കില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഈ മക്കളുടെ ഏക ആശ്രയമാണ് ആ സ്ത്രീ. ഏകാശ്രയം. പിതാവ് തിരസ്കരിക്കപ്പെട്ട, ദാരിദ്ര്യം കൊണ്ട് അനുഗ്രഹീതമായ, അങ്ങനെ പറയട്ടെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ വന്നതിൻ്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ബന്ധപ്പെട്ടവരെല്ലാവരും ഇതിൽ നല്ല നിലയിൽ ഇടപെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. SP അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു.